നമ്മുടെ പട്ടാളക്കാരൻ കുറുപ്പിന്റെ മകളെ 100 പവനും കാറും കൊടുത്തല്ലേ കെട്ടിച്ചയച്ചത്. എന്നിട്ടിപ്പ എന്തായി? ആ കാറിൽ തന്നെ 3-ാം പക്കം വീട്ടിൽ കൊണ്ടു വിട്ടില്ലേ? അയ്യോ അല്ല അതെന്ത് പറ്റി? നമ്മൾ അറിഞ്ഞില്ലല്ലോ. അവളുടെ ചായയുള്ളൊരു പെണ്ണിന്റെ പടം വീഡിയോയിൽ കണ്ടെന്നോ വൈറലായെന്നോ ഒക്കെയാ നാട്ടുകാർ പറയുന്നേ. എനിക്കൊന്നും അറിയാമല്ലേ. അയ്യോ അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിൽ കാണണമല്ലോ. അയ്യോ സണ്ണി ചേച്ചിട്ട് പുതിയ ഐറ്റോ. എന്നാ പിന്നെ സണ്ണി ചേച്ചി വന്നപ്പോ നേരിട്ടൊന്ന് പോയി കാണാൻ മേലായിരുന്നോ? വയ്യ, ഉടുപ്പിട്ടുകൊണ്ടുള്ള ആ രൂപം കാണാൻ എനിക്ക് വയ്യ. മനസ്സിലുള്ള വിഗ്രഹം ഉടഞ്ഞു പോകുന്ന ഇവര് പറയുന്നേ. അപ്പൊ ഇതെല്ലാം ധ്യാനകേന്ദ്രത്തിലെ പുതിയ മെമ്പർമാരാണല്ലേ? കഷ്ടം. ഞാൻ കണ്ടിരുന്നു. എന്റെ സുമതി പട്ടിണി കിടന്ന് ചാവുന്നുള്ള അവസ്ഥ വന്നപ്പോഴാ രുക്മിണി സമ്മതിച്ചത്. ആണോ? അവരപ്പം നമ്മുടെ കൂട്ടരല്ലേ? അല്ല, നായര. ഓ, തുടങ്ങിയല്ലോ പരിദൂഷണം. വെറുതെ എന്തിനാ അമ്മായി പെണ്ണുങ്ങളുടെ പേര് ചീത്തയാക്കണേ? ഞങ്ങളെ പോലുള്ള ന്യൂ ജനറേഷൻ പെണ്ണുങ്ങൾക്ക് ഇത്ര അസൂയം കുശുമ്പൊന്നും ഇല്ല. എന്റെ അനിയൻ ആരെ കെട്ടണം എന്നുള്ളത് അതവൻ തീരുമാനിച്ചോളും. രാഗിണി, ഞാൻ ഒന്നിനും എതിര് നിന്നിട്ടില്ല. ഇപ്പൊ ആനന്ദിന്റെ കാര്യത്തിലും നാടോടുമ്പോ നടുവേ ഓടണമെന്നല്ലേ. പിന്നെ കണ്ട മാത്രയിൽ എനിക്ക് ആ കുട്ടി അങ്ങ് ഇഷ്ടപ്പെട്ടു. അവർക്ക് ഒറ്റ നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ മോളായതുകൊണ്ട് അവരുടെ നാട്ടിൽ വെച്ച് തന്നെ കല്യാണം നടത്തണമെന്ന്. അല്ലേലും അതല്ലേ അതിന്റെ ശരി. അല്ല, കല്യാണച്ചക്കൻ എന്തിയെ? വന്നപ്പോ മുതൽ അന്വേഷിക്കുന്നതാ, കണ്ടില്ലല്ലോ. അവന് ഓഫീസിൽ പോയതാ. അല്ല, എന്താമ്മ അവന്റെ ഉദ്ദേശം? എന്താടി? അല്ല, ഇവിടെ എന്തോരം കാര്യങ്ങളുണ്ട്. ഇന്നൂടി ഓഫീസിൽ പോണെന്ന് അവൻ പറഞ്ഞതല്ലേ. അതൊക്കെ എന്റെ ഏട്ടൻ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നിട്ട് കൂടി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എന്റെ ഏട്ടൻ വന്നു. എന്തോന്ന് ആർട്ടിസ്റ്റാ? ജൂനിയർ ആർട്ടിസ്റ്റാ? ജൂനിയർ ആർട്ടിസ്റ്റ് എന്താ ആർട്ടിസ്റ്റ് അല്ലേ? പിന്നെ അമ്മാവ ഒരു കാര്യം മനസ്സിലാക്കണം. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ് സേതുപതി പണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു കഥ സൊല്ലട്ടുമാ. അത് വിജയ് സേതുപതി. നീ ചെന്നാ തേങ്ങാപതി. ഒരു ജൂനിയർ ആർട്ടിസ്റ്റ്. ഓസ്കാർ മേടിക്കാനുള്ള എന്റെ കയ്യിലാണ് തേങ്ങ ഒതുക്കിയുള്ള പാര എടുത്തു തന്നത്. കള്ളപ്പാന്നി. എടി കൊച്ചേ, സാമ്പാറിന് പച്ചക്കറി അരിയുമ്പോ വെണ്ടയ്ക്ക ദീ നീളം, കായാണെങ്കിൽ ദീ നീളം, അതാണെങ്കിൽ ഇത്ര നീളം. പണ്ടത്തെ അരിച്ചിലൊക്കെ നീ മറന്നു. എടാ ബാല, ഇവിടെ ഒരു ശ്രദ്ധ വേണം. എനിക്ക് പന്തലിൽ എന്നാ ചെയ്യണമെന്ന് നോക്കണം. അമ്മ പോയ അവരുടെ അളവ് തെറ്റും. അതുകൊണ്ട് അമ്മാവന്റെ വിരലും കൊണ്ട് എപ്പോഴും ചേച്ചിയുടെ വേണം. എടാ, അത് പന്തലുകാരത് എന്താ ചെയ്യണമെന്ന് എനിക്ക് നോക്കണ്ടേ? എന്ത് പന്തലുകാര്? നമ്മളത് കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എന്റെ ഉത്തരവാദിത്വം കാണിക്കണം, അല്ലാതെ ബാക്കിയുള്ളവരെ കുറ്റം പറയാൻ വരരുത്. നീ പകപോക്കുകയാണല്ലേടാ. ഒരു വെണ്ടക്ക കൊണ്ട് എന്ത് പകപോക്കല്ലേ ചേച്ചി? കൊള്ളാം. കല്യാണച്ചക്കന്റെ കൂട്ടുകാരനായിട്ട് നിങ്ങൾക്ക് തേങ്ങാപ്പണിയുള്ള സാധനം ഒന്നും എടുത്തില്ലടേ. നേരെ ഒന്ന് ഇരുട്ടിക്കോട്ടളിയാ. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇനി ഇവന്മാരുടെ കൂടെ അങ്ങ് കൂടാ. നീ പൊതിക്കുന്ന ഓരോ തേങ്ങ ഇങ്ങോട്ട് ഇട്ട് തരണം, ഞാനത് ക്യാച്ച് എടുത്ത് ഇങ്ങോട്ട് ഇടാം. അതുകൊണ്ട് കുറെ നാളായി ഡെയിലി ഷൂട്ടിംഗ് അല്ലേ. ഇട് അങ്ങനെ. അളിയ ഇപ്പോ പുതിയ പടത്തിലാണ് അഭിനയിക്കുന്നത്? ഇല്ല, ഞാൻ പഴയ ഒരു തിക്കറിശ്ശിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇട്ടിട്ട് അതിന്റെ കൂടെ അഭിനയിക്കുന്നു. ഒന്നും കളിയാക്കാതെ പോടെ. എന്താ മോളൂ? അവിടെ കൊണ്ടുപോയി തൂക്ക്, വേഗം തൂക്ക്. നിന്റെ ഒരു കോലിയേറി പെങ്ങളുണ്ടായിരുന്നല്ലോ, അവളുടെ സ്ഥിതി എന്താ? അതറിഞ്ഞില്ല. അത് കഴിഞ്ഞ ആഴ്ച ഒരുത്തൻ്റെ വിളിച്ചോടി പോയി. അയ്യോ, അവന്റെ കാര്യം കട്ട പോയായി. ഇങ്ങോട്ട് വാടാ. ഇത് വേഗം അവിടെ കൊണ്ടായി തൂക്കിട്ടോ. ഈ വെള്ളം തന്നെ തൂക്കണോട്ടാ. പോട്ടെ. അതെ, നിനക്കൊന്നും ആയില്ലടാ. എനക്കൊന്നും ആയില്ല അമ്മാവ. നീ ഇതും തൂക്കിയിട്ടുണ്ട് നടന്നോ? കത്തത്തുമില്ല. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു. ഇന്ന് രാവിലെ മാം എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ സർ. 1 അവറിനുള്ളിൽ ഞങ്ങളവിടെ എത്തും. താങ്ക് യു സർ. ആനന്ദ് എത്താറായില്ലേ? സോ ഹീസ് ഓൺ ദ വേ. മാക്സിമം ഒരു 5 minutes. 5 minutes? അത് കഴിഞ്ഞാൽ പിന്നെ 10 minute ആവും. ഇവനെന്തി കാണിക്കണേ?
അവനിതെവിടെ പോയി? ഓ ഇവൻ ഓക്കെ കഴിഞ്ഞ 2 കൊല്ലമായി നമ്മളെയൊക്കെ വിദഗ്ധമായി പറ്റിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരുണ്ട്. അവർക്കുള്ള ശിക്ഷ മറ്റന്നാൾ ബുധനാഴ്ച നടപ്പിലാക്കുന്നതാണ്. പിന്നെ നമ്മുടെ GMന്റെ മാരേജ് പ്രമാണിച്ച് മറ്റന്നാൾ നമുക്ക് ബാങ്ക് ഹോളിഡേ ആണ്. ഓക്കെ, അതിങ്ങതാ. Here is a small gift for you. 2 weeks, enjoy. Thank you. Only 2 weeks. Okay. മാഗി അതെടുക്ക്. സർ താങ്ക് യു. Then okay. റോയ് Everybody. എടുത്തോളൂ. എല്ലാവർക്കും ഒന്ന് ആനന്ദൊരു പാർട്ടി വെക്കണം. ഓ തീർച്ചയായും. ശരി സാർ. കൺഗ്രാറ്റ്സ്. കൺഗ്രാറ്റ്സ്. ചെലവ് ചെയ്യാൻ പേടിച്ചിട്ടാണോ കൂട്ടുകൂടി 2 ആഴ്ച മുമ്പ് വീട്ടിൽ പോയത്? ഏയ് അങ്ങനെയൊന്നുമില്ല. ശരി. ഇന്ന് അമ്മ വന്നല്ലോ മൂഡിലായിരുന്നല്ലോ. ഏ? വാ വാതിന്റെ മുന്നിൽ നല്ല ഷോ ആയിരുന്നല്ലോ. അറിയില്ലേ? ജോർജ് സാറിന്റെ കെയർ ഓഫിൽ കോഴിക്കോട്ട് നിന്നും എത്തിയ ആ എമൗണ്ട് അടക്കം നമ്മൾ ടാർഗറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. മാഡത്തിന്റെ ഫൈ അടക്കം ഇപ്പോൾ 55 CR. മണി റിസ്ട്രിക്ഷൻ വന്നോണ്ട, അല്ലെങ്കിൽ GPയുടെ ഈ സ്പേസ് പോരാതെ വന്നേനെ. ഫ്ലൈറ്റ് ടിക്കറ്റ് സിംഗപ്പൂര്. ഇതൊന്നും നടക്കൂല. മറ്റന്നാ കല്യാണമായിട്ട് അയാൾ ഇതുവരെ നിന്നെ വീട്ടിൽ വിട്ടിട്ടില്ല. പിന്നെ സിംഗപ്പൂര്. ദേ അമ്മാവനെ കുറിച്ച് അനാവശ്യം പറയണം. ആനന്ദ്, ഓ പിന്നെ അവൻ്റെ ഒരു അമ്മ. നിങ്ങൾ രണ്ടുപേരും ക്യാബിനിലേക്ക് വിളിക്കുന്നുണ്ട്. ഞങ്ങളെയോ? നീ മീര മാഡത്തിന് ഇൻവൈറ്റ് ചെയ്തില്ലേ? സോറി മാഡം, ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിരുന്നു, കിട്ടിയില്ല, അതുകൊണ്ടാണ്. ഇറ്റ്സ് ഓക്കെ ആനന്ദ്. GP എന്നെ നേരത്തെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. ആനന്ദിന്റെ കല്യാണത്തിന് ഞാൻ എന്തായാലും വന്നിരിക്കും. താങ്ക് യു മാഡം. അതെങ്ങെടുക്കും. അറിയാലോ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വരുന്ന ഇലക്ഷനിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് ജോർജ് സാറിന്റെ ജനപക്ഷം പാർട്ടിയാണ്. അങ്ങനെ വന്നാൽ അടുത്ത ഫിനാൻസ് മിനിസ്റ്റർ നമ്മുടെ ജോർജ് സാർ തന്നെയായിരിക്കും. അതിലൂടെ 3000 കോടിയുടെ വിദേശ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും GPR ഗ്രൂപ്പ് നേടാൻ പോകുന്നത്. സോ ആഫ്റ്റർ ദിസ് അവർ കമ്പനി വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ് ഗ്ലോബലി ആൻഡ് വി വിൽ ബി എൻ ഇന്റർനാഷണൽ ബ്രാൻഡ്. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് കോൺഫിഡൻഷ്യലായി തന്നെ ഇതിനൊരു ബ്ലാക്ക് ഡോക്യുമെന്റ്സ് തയ്യാറാക്കണമെന്ന് പറയാനാണ്. ഇന്ന് പോകുന്നതിന് മുമ്പ് തന്നെ. ഓക്കെ സർ. കം. വരൂ.
ആ ക്യാഷ് എടുത്ത് വയ്ക്കും. ജി പി ഇതിന്റെ ഡെലിവറി ഡീറ്റെയിൽസ്. അതിനാണ് അവരിപ്പോ വരാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. വരൂ മാം.